ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതേ രാവിലെ എണീറ്റ് ഇന്നിപ്പോൾ ലേറ്റായിട്ട് എണീറ്റ് 7:45 അമ്മൂനിന്ന് ലേറ്റായിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ 8:15 ആകുമ്പോൾ പോകേണ്ടതാണ്. അമ്മൂന് ഇന്ന് എന്താണ് വെക്കേഷൻ തുടങ്ങുകയാണല്ലേ? വെക്കേഷൻ്റെ തലേ ദിവസം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നുകൂടെ ഉള്ളൂ കേട്ടോ അമ്മൂന് ക്ലാസ്. ഇന്നത്തോടെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് കുഞ്ഞൊരു ക്ലാസ് പാർട്ടിയൊക്കെയാണ്. അപ്പോൾ ലേറ്റായിട്ട് പോയാൽ മതി, 9:30 ആകുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ലേറ്റായിട്ട് എണീറ്റത്. ഷീജേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, ഇന്ന് വരും. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പതുക്കെ എണീറ്റത്. രാവിലെ എണീറ്റപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് നല്ല കോട ഇറങ്ങിയ പോലെ ഉണ്ട്, നല്ല മഞ്ഞ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ പുറത്ത്. ഇത് കണ്ടോ, ഫുള്ള് മഞ്ഞാണ്, ഫുള്ള് കോട ഇറങ്ങിയേക്കുക. സ്ഥലത്തൊന്നും കാണാനേ ഇല്ല, ഫുള്ള് മഞ്ഞായിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വ്യൂ. ഇവിടെ ശരിക്കും സമ്മറായി, പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു. വിസിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു കേട്ടോ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ മറ്റേ സ്നോഫോളും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനൊരു മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്നത് ഫസ്റ്റാട്ടോ നമ്മൾ കാണുന്നത്. രാവിലെ എണീച്ചിങ്ങനെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് ഇവിടെ നിൽക്കാൻ സൂപ്പറാണേ. ആ മരത്തിലൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കിളീനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു കിളികൾ കുറേ ഉണ്ടായിരുന്നേ. അപ്പോൾ അതേ സണ്ണൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ സമയമാകുമ്പോൾ നല്ല വെയിലുണ്ടാവുന്നതാണ്. ഇന്നിപ്പോൾ സണ്ണിന് അധികം കാണുന്നില്ല. ഇത് അമ്മുവിൻ്റെ കൃഷിത്തോട്ടമാണ്, അമ്മു മൈക്രോ ഗ്രീൻസ് വളർത്തിയേക്കുന്നതാണ്. അമ്മുവിന് ഇന്ന് ഫുഡ് കൊണ്ടുപോകാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫുഡൊന്നും കൊണ്ടുപോകണ്ടെന്ന് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്ന് അമ്മുവിന് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ എത്ര 13 സ്റ്റുഡൻസ് ആണുള്ളത്? 13 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അമ്മൂൻ്റെ ക്ലാസ്. 10 അല്ല 13 ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേറെ വേറെ രാജ്യത്തു നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ എല്ലാവരോടും അവരവരുടെ സ്പെഷ്യൽ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഞ്ഞാന്ന് ഇവർക്കൊരു ബാർബിക്യൂ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചിക്കൻ നമ്മുടെ മസാലയൊക്കെ തേച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ഓർത്തു നോൺ വെജ് വേണ്ട, വേറെ എന്തെങ്കിലും കൊടുത്തു വിടാന്ന് ഓർത്തപ്പോൾ പിന്നെ കഴിക്കാനൊക്കെ എളുപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇഡലി കൊടുത്തു വിടാന്ന് ഓർത്തേ. അപ്പോൾ അമ്മൂന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇഡലിയും ദോശയൊക്കെ. ദോശയാണെങ്കിൽ പിന്നെ ഭയങ്കര കല്ല് പോലെ പോകുമല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ ഞാനോർത്ത് വന്നാൽ പിന്നെ ഇഡലി കൊടുത്തു വിടാമെന്ന്. അങ്ങനെ ഇഡലിയും പിന്നെ എന്താ അമ്മൂസ്? ചമ്മന്തി. അമ്മൂൻ്റെ ഫേവറേറ്റ് റെഡ് ചമ്മന്തി, തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് അമ്മൂസിനെ. അപ്പോൾ പിന്നെ എന്താണ് ഇഡലിയും തക്കാളി ചമ്മന്തിയും കൊടുത്തു വിടാമെന്ന് ഓർത്തു. അപ്പോൾ നേരെ അടുക്കളയിലോട്ട് കയറട്ടെ കേട്ടോ, ഉണ്ടാക്കട്ടെ സംഭവം. രാവിലെ എണീറ്റ് ചായ കുടിക്കുന്ന ശീലമൊന്നും നമുക്കില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ആ ചായ പരിപാടി രാവിലത്തെ സ്കിപ്പാണ്. അപ്പോൾ അത്രയും പണി കുറഞ്ഞു കിട്ടി. അപ്പോൾ അതായത് നേരെ ഇഡ്ഡലി ഉണ്ടാക്കാൻ കയറിയേക്കുവാണ്. അപ്പോൾ അമ്മ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. എന്ത് ചെയ്യണമെങ്കിലും അമ്മ എൻ്റെ കൂടെ വന്നിട്ട് അമ്മേനിങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളിങ്ങനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ തട്ട് ഞാൻ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അമ്മുവാണ് ഒഴിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ്സുള്ള ദിവസം എന്താണെങ്കിലും സമയം കിട്ടില്ല. ഇന്നിപ്പോൾ ലേറ്റായിട്ട് പോകേണ്ടതുകൊണ്ട് കുഴപ്പമില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. 9:15 ആകുമ്പോൾ പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതേ അമ്മൂനുള്ള ചമ്മന്തിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ സവാള അരിഞ്ഞ് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ഇത് രണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കും. അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് ചൂടാറുമ്പോൾ അരച്ചെടുക്കുക. അങ്ങനെയാണ് ഞാനിവിടെ ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയുള്ളിയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ചെറിയുള്ളി കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ സവാള തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ചെറിയുള്ളി ആണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, സവാള ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്താണെങ്കിലും കിട്ടില്ല. ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ, ഇത് ഭയങ്കര എരിവാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇതിനകത്ത് ഞാൻ ഇടുന്നുള്ളൂ. അങ്ങനെ
ചമ്മന്തിക്കുള്ളത് അവിടെ വയറ്റി അവിടെ വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി സമയം വേണമല്ലോ. അപ്പം ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി വന്നു. ഇവിടെ കളർ ഡ്രസ്സ് ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ. യൂണിഫോം ആണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അങ്ങനെ അയണിങ് ഒക്കെ കഴിഞ്ഞു. അമ്മു ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ പണിയാണ് മുടി കെട്ടിക്കൊടുക്കൽ. ബാക്കി എല്ലാം അമ്മ ചെയ്തോളും. ഈ മുടി കെട്ടിക്കൊടുക്കൽ മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതേ മുടി കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അവൾ തന്നെ ഇങ്ങനെ ഓരോ സ്റ്റൈലൊക്കെ കണ്ടുപിടിച്ച് പറയട്ടെ, ഇങ്ങനെ കെട്ടിത്തരും അമ്മയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ കെട്ടിക്കൊടുക്കും. ഇല്ലെങ്കിൽ പരീക്ഷിച്ച് പാളിയിട്ട് നോർമൽ ഒരു പോണി ടെയിൽ കെട്ടിയിട്ടാണ് കേട്ടോ പോവാറുള്ളത്. അപ്പോൾ അതേ ഇന്നിപ്പോൾ ചെറിയൊരു പരീക്ഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ സന്തോഷം ആൾക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്രയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു സന്തോഷം ഇവർക്ക് എന്താണെങ്കിലും കിട്ടില്ല. കാരണം നമുക്ക് വെക്കേഷൻ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും അല്ലേ. അവിടെ പോകണം, ഇവിടെ പോകണം, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകണം. ഇവിടെ പക്ഷെ അങ്ങനത്തെ ചോയ്സൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയൊരു സന്തോഷമൊന്നുമില്ല. പിന്നെ രാവിലെ ഇഷ്ടമുള്ളപ്പോൾ എണീറ്റാൽ മതിയല്ലോ എന്നുള്ളത് മാത്രമാണ് വെക്കേഷൻ്റെ ഒരു സന്തോഷം അമ്മുവിന്. അങ്ങനെ അതെ അമ്മുവിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുണ്ട്. ബാക്ക് കാണിച്ച മുട്ടിയുടെ ഒരു ഐസ്ക്രീമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടാ? എൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഈ ഷൂവും കൂടി ഇട്ടാൽ മതി. ഇനി എനിക്ക് സ്കൂളിൽ കൊണ്ടുള്ള സാധനം വെക്കണം. അമ്മൂസ് റെഡിയായി വന്നിട്ട് ഇതേ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ കൊണ്ടുപോകാനുണ്ടാക്കി തന്നെയാണ് കേട്ടോ. ഇഡലിയും ചമ്മന്തിയും തന്നെയാണ് രാവിലെയും കഴിക്കാനുള്ളത്. അപ്പോൾ ഇത് ഉച്ചയ്ക്കുള്ള ഫുഡാണോ അതോ രാവിലെ പാർട്ടിയാണോ എന്നൊന്നും അമ്മൂന് ഒരു പിടി ഉണ്ടായില്ല. എന്താണെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ട്. അമ്മൂൻ്റെ ടിഫിൻ ബോക്സ് അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് അമ്മൂൻ്റെ ബാഗിലോട്ട് വെക്കാൻ പോവുകയാണേ. അടുത്ത വർഷവും അമ്മു സെയിം ക്ലാസ്സിൽ തന്നെ ആയിരിക്കും. പക്ഷെ സാറ് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് മാറുന്നത് കൊണ്ട് ഭയങ്കര സങ്കടമാണ് ആൾക്ക്. സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു സങ്കടമുണ്ട്. ഫ്രണ്ട്സൊക്കെ സെയിം തന്നെയാണ്. ടീച്ചർ മാത്രമാണ് ഇവരുടെ മാറുന്നത്. പിന്നെ 2 മാസം വെക്കേഷനാണ് കേട്ടോ. ഓട്ടെ ഓൾ ദി ബെസ്റ്റ്. ഈ വർഷത്തെ ലാസ്റ്റ് ഡേ അല്ലേ. അടിച്ചു പൊളിച്ചിട്ട് വാ പോയി. ബൈ ബൈ. ഉമ്മതാ ബൈ. ബൈ. അമ്മൂസ് പോയിട്ടാ. അപ്പോൾ അമ്മ പോയി. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി. പിന്നെ കുറേ നാൾ ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ളൊരു കുഞ്ഞ് സങ്കടമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഇടയ്ക്ക് അവരെയും കൊണ്ട് പാർക്കിൽ കളിക്കാൻ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആൾ പോയിട്ടുണ്ട്. ഇനി വരുമ്പോൾ അറിയാം ഇന്നത്തെ പരിപാടി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ ബാർബിക്യൂ പാർട്ടി ഉണ്ടായി എന്ന് പറഞ്ഞില്ല അമ്മൂന് ക്ലാസ്സിൽ. അത് മിഞ്ഞാന്നായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ വ്യാഴാഴ്ചയാണ്. ചൊവ്വാഴ്ചയായിരുന്നു അമ്മൂന് ബാർബിക്യൂ പാർട്ടി ഉണ്ടായത്. അപ്പോൾ ഇവരുടെ സാറിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡിഷുകൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അമ്മു ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഭയങ്കര സ്പൈസി ആയിരിക്കുമല്ലോ നമ്മുടെ ഫുഡൊക്കെ. അപ്പോൾ പറഞ്ഞു സാറിന് ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെയാണ് പിന്നെ നമ്മുടെ സെയിം മസാലയൊക്കെ ആക്കി ചിക്കൻ അമ്മന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ അമ്മ ബാർബിക്യൂ പാർട്ടി എന്ന് മാത്രമേ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരെ കുറേ നടത്തിച്ചു എന്ന് പറഞ്ഞ് രാവിലെ മീൻസ് നമുക്ക് ഫ്രഷ് എയർ ശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിയതാണ്. അപ്പോൾ 3 ക്ലാസ്സിലത്തെ കുട്ടികളുണ്ടായിരുന്നു. ഇവരെ ഫുള്ള് രാവിലെ ഒരു 9 മണി തൊട്ട് അമ്മ തിരിച്ച് വന്നത് 2:30 ആയപ്പോഴാണ്. അപ്പോൾ എനിക്കൊരു 1 മണി 12 മണി വരെയൊക്കെ എന്താണെങ്കിലും ഇവരെ നടത്തിച്ചിട്ടുണ്ടാവും. ഒരു കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ ട്രക്കിംഗ് പോലെ കൊണ്ടുപോയതാന്ന് തോന്നുന്നുണ്ട്. വഴിയൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര പുല്ലായിരുന്നു, ചെളിയായിരുന്നു. അതിൽ കൂടെയൊക്കെ ഞങ്ങൾ നടത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കഥ പറച്ചിലായിരുന്നു കേട്ടോ. ഇതൊന്നും ശീലമില്ലല്ലോ ആൾക്ക്. UA സ്കൂളിലായിരുന്നപ്പോൾ സ്കൂൾ ബസ്സിൽ കയറുക, നേരെ സ്കൂളിൽ പോയി ഇറങ്ങുക, ക്ലാസ്സിൽ കയറുക, തിരിച്ച് ബസ്സിൽ കയറുക, നേരെ വീട്ടിൽ വരിക. അങ്ങനത്തെ ആയതുകൊണ്ട് ഇങ്ങനെ പോയിട്ടൊന്നും സ്കൂളിൽ നിന്ന് ഇങ്ങനെ പോയിട്ടൊന്നും പരിചയമില്ലല്ലോ അമ്മൂസിനും. അപ്പോൾ അന്ന് പക്ഷെ നടന്ന് കുറേ ക്ഷീണിച്ചു കേട്ടോ. ഞാൻ കുറേ കരഞ്ഞമ്മ നടന്ന് എൻ്റെ കാലൊക്കെ കുറേ വേദനിച്ച് ഞാൻ കരഞ്ഞു. പിന്നെ അമ്മൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ കൊച്ചും കരഞ്ഞു. നടന്ന് കാല് വേദന എടുത്തിട്ട്. അപ്പോൾ ബാഗ് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടികളുള്ളതുകൊണ്ട് അവർക്കുള്ള ഈ ചിക്കൻ, അതുപോലെ വലിയൊരു 1 ലിറ്ററിൻ്റെ വലിയൊരു ജ്യൂസിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ അമ്മുവിൻ്റെ വാട്ടർ ബോട്ടിൽ,
പിന്നെ വേറെ കുറച്ച് സ്നാക്സ് ഈ സംഭവങ്ങളൊക്കെ ബാഗിലുണ്ടായിരുന്നു. അപ്പം അമ്മുവിൻ്റെ കയ്യിൽ 2 ബാഗ് ഉണ്ടായിരുന്നേ. ഇതും പിടിച്ചിട്ടാണ് ഫുള്ള് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അമ്മു ശരിക്കും ക്ഷീണിച്ച് ശരിക്കും അടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഞാൻ ഡോർ തന്നിട്ട് ആളെ കാണുന്നില്ല. ആൾ നിലത്തിരിപ്പായിരുന്നു കരഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ പേടിച്ചിട്ടാണ് പോയേക്കണേ, ഇന്നത്തെ പാർട്ടി ഇനി എന്തായിരിക്കും എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് അമ്മൂസ്. ഇന്നും കൂടെ ഉള്ളൂ ക്ലാസ്. ഇനിയിപ്പോൾ 2 മാസം എന്താണേലും വെക്കേഷനാണ് അമ്മൂന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. രാവിലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. അമ്മൂൻ്റെ അമ്മു ഇപ്പോൾ ഇവിടെ 5Pയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അമ്മൂൻ്റെ ഈ വർഷത്തെ സ്കൂളിലത്തെ ലാസ്റ്റ് ഡേ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോണതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. ഇനി എപ്പോഴാണ് വരികയെന്നറിയില്ല, ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ അമ്മ വരുന്നതെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്ന പോലെ ഇവിടെ അങ്ങനെ അവർ ഇൻഫോം ചെയ്യുമൊന്നുമില്ല, എപ്പോഴാണ് വരികയെന്നോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും. പക്ഷെ അങ്ങനെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾക്ക് തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും, ഇങ്ങനെ പേടിക്കേണ്ട സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുവാണ് വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.